മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും അവഗണനയും എല്ലാം സഹിച്ച ഒരു സ്ത്രീ ജീവിച്ചിട്ടിനി കാര്യമേ ഇല്ല, ഞാൻ നിസ്സഹായയാണ്, ഇനി എനിക്ക് ജീവിക്കേണ്ട എന്ന തീരുമാനത്തോടെ ഒരു കുന്നിൻ മുകളിലെത്തി. ഒരു കാൽ മുന്നോട്ട് എടുത്തു വെച്ചാൽ എല്ലാം തീരും. അവൾ വീണ്ടും ഓർമ്മിച്ചു മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ. നീ ഒന്നുമല്ല, നിനക്ക് കഴിവില്ല, മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കുന്ന ഇത്തിൽ കണ്ണിയാണ് നീ. ഇതൊക്കെ കേട്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാനാവില്ല, എല്ലാം അവസാനിപ്പിക്കാം. അവൾ കണ്ണടച്ചു. ആ നിമിഷം പിന്നിൽ നിന്നൊരു ശബ്ദം. ഇത്ര ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ജീവിതം ചെറുതായി തോന്നാം അല്ലേ? അവൾ നോക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു സന്യാസി. അയാൾ തുടർന്നു. ഒരു പൊട്ടക്കിണറ്റിൽ ഒരു തവളയുണ്ടായിരുന്നു. അത് പുറത്തേക്ക് ചാടാനായി എന്നും പരിശ്രമിക്കും. എന്നാൽ കൂടെയുള്ള തവളകൾ ചിരിച്ചു. നിനക്കിതൊന്നും പറ്റില്ല, അവിടെ നിനക്കായി ഒന്നുമില്ല. ഇതിനകത്തിരിക്കുന്ന നമ്മൾക്കാർക്കും ഇവിടെ വിട്ടുപോകാൻ പറ്റിയില്ല, പിന്നെയല്ലേ നീ? അങ്ങനെ ദിവസവും ആ തവള കളിയാക്കലും കുറ്റപ്പെടുത്തലും കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ അതിലൊന്നും തളരാതെ പിന്തിരിയാതെ മുന്നേറാനുള്ള വാശിയായി കണ്ട് ഒരു നാൾ ആ തവള പുറത്തിറങ്ങി. ഓരോ ദിവസവും ഓരോ പടവുകൾ കയറി ആ തവള പുറത്തേക്ക് ഇറങ്ങി. അതിനെ അവിടെ സൂര്യൻ, ആകാശം, പക്ഷികളുടെ സംഗീതം അങ്ങനെ അങ്ങനെ കാത്തിരുന്നു. അന്നാണ് ആ തവള മനസ്സിലാക്കിയത് കിണറ്റിലിരിക്കുന്നവർക്ക് പുറം ലോകത്തെക്കുറിച്ച് എന്തറിയാമെന്ന്. സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്നെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടുള്ളവർ ഈ ലോകം കണ്ടിട്ടുണ്ടാവുമോ? ഇല്ല, അവർ ഇപ്പോഴും ആ പൊട്ടക്കിണറ്റിൽ തന്നെയാണുള്ളത്. ഇനി നീ ആ കിണറ്റിൽ ചാടരുത്. ഇതുപോലെ ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നോട്ടെടുത്ത് വയ്ക്കണം, പിന്നോട്ടേക്കല്ല. മറ്റുള്ളവർ തരുന്ന വേദന നമ്മൾക്ക് ഉയരാനുള്ള പ്രചോദനമായി കാണണം. നിങ്ങളെ തകർത്തത് നിങ്ങളുടെ ബലഹീനതയല്ല. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ വില കുറയ്ക്കരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് പ്രതികാരം. ആ സ്ത്രീ വച്ചകാൽ പുറകോട്ട് വെച്ച് സന്യാസിക്ക് നന്ദി പറഞ്ഞ് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി തിരികെ നടന്നു.